ഹരീഷ് കാണിച്ച ഒരു മണ്ടത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അതായത് എല്ലാവരും പറയുന്നത് എന്ത് തെമ്മാടിത്തരമായി ചോദിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ കഴിയില്ല. പുള്ളി അങ്ങനെ ഒരു മോശം ക്യാരക്ടർ അല്ലല്ലോ അല്ലേ. പുള്ളി ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചോദിച്ചതാണ്, നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ അത് വലിയ മണ്ടത്തരമായി പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് മണ്ടത്തരം എന്ന് വേണം പറയാൻ. കൂടെ തന്നെ നിധി ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കാരണം 2 ആഴ്ചയ്ക്കകം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടും എന്നാണ് ആ യൂണിവേഴ്സിറ്റിയിലെ മാഡം പറയുന്നത്. ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ സുധീഷ് ആ മാഡത്തോട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി പഞ്ചാരയൊക്കെ അടിച്ച് സംസാരിക്കുന്നത് കണ്ട് ചെറുതായിട്ട് അസൂയൊക്കെ തോന്നുന്നുണ്ട്. സുധീഷ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഇവർ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ശേഷം സുധീഷ് ചോദിക്കുന്നുണ്ട്, തനിക്കെന്താ അസൂയ ഞാൻ വേറെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്കെന്തിനാ അസൂയ, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, സംസാരിക്കുന്നത് ഒരു പെണ്ണിനോടാണ്, അപ്പോൾ ആ ഒരു മാന്യത കാണിക്കണ്ടേ. ഇയാൾ ഒരുമാതിരി ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് ബനിയനൊക്കെ കാണിച്ച് ഇങ്ങനെ കോളറൊക്കെ കയറ്റി വെച്ച് ഒരുമാതിരി റൗഡി പോലെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സുധീഷ് ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നിധിയെ എത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ശരിയാ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ആധാർ കാർഡ് എടുക്കാൻ പോകുമ്പോഴും എന്തിനിറങ്ങി തിരിച്ചാലും പരാജയമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സംഭവം സക്സസ് ആയിട്ട് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം സർട്ടിഫിക്കറ്റ്സ് കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ സന്തോഷം ഇല്ലാതിരിക്കില്ലല്ലോ എന്നൊക്കെ നിധി പറയുമ്പോൾ ട്രീറ്റ് ചോദിക്കുന്നുണ്ട് സുധീഷ്. അതിനെന്താ ട്രീറ്റ് തരാമല്ലോ എന്നും പറഞ്ഞ് വണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തി നിധി ഇറങ്ങിപ്പോയി ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. വലിയ ട്രീറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ 40 രൂപയുടെ ഐസ്ക്രീം ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി ജോലിയൊക്കെ കിട്ടട്ടെ, അത് കഴിഞ്ഞ് നമ്മൾക്ക് ഫാമിലി ആയിട്ട് പോയി ഏതെങ്കിലും വലിയ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം, അപ്പോൾ ഫുൾ ട്രീറ്റ് എൻ്റെ വകയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഓ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടല്ലേ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഒരുപാട് ഡെക്കറേഷനൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഫാമിലിയല്ല, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഞാൻ വരുന്നു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. നിധി എന്തായാലും വളരെ സന്തോഷത്തിലാണ്. സുധീഷിനോട് ഒരു എന്താ പറയുക ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ സമയമാണ് ഹരീഷിൻ്റെ മെക്കാനിക് ഷെഡിലേക്ക് നീതു ഉണ്ടല്ലോ, ഹരീഷിനെ വൺ സൈഡ് ലവ് ചെയ്യുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി വന്ന് ഹരീഷിനോട് സംസാരിക്കുന്നുണ്ട്, മുറുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹരീഷ് ഇടയ്ക്ക് വെച്ച് ചോദിക്കുകയാണ്, എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണെന്നാണോ നീ പറഞ്ഞത്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിനക്ക് യാതൊരു കുഴപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും യാതൊരു പ്രശ്നമില്ല, ഇപ്പോൾ വേണേലും നീ എന്നെ വിളിച്ചുകൊണ്ട് പോയിക്കോ, ഞാൻ കൂടെ വരാൻ റെഡിയാ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമോ, സുഭാഷ് ചേട്ടൻ നല്ല ആളാണ് നിനക്കറിയാലോ, നിനക്ക് സുഭാഷ് ചേട്ടനെ കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീതു ഇങ്ങനെ ഞെട്ടുകയാണ്. മാത്രമല്ല കടയിൽ വർക്ക് ചെയ്യുന്ന വേറെ പയ്യന്മാരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്, ഇയാൾക്ക് എന്താ വിവരമില്ലേ, എങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീതു നല്ല രീതിക്ക് ഹരീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിന്നെ സ്നേഹിച്ചതിന് എനിക്ക് ഇതും വേണം, ഇതിനപ്പുറവും കിട്ടണം, നിനക്ക് അല്ലെങ്കിൽ നീ ഇഷ്ടമല്ല എന്ന് പറയണം, അല്ലാതെ എനിക്ക് വേറെ ചെറുക്കനെ കണ്ടുപിടിച്ച് തരുമൊന്നുമല്ല വേണ്ടത്, ഇനി നീയുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് നീതു ദേഷ്യപ്പെട്ട് കരഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കടയിൽ വർക്ക് ചെയ്യുന്ന ചന്തുവും വേറെ പയ്യനൊക്കെ ഹരീഷിനോട് പറയുന്നുണ്ട്, എന്ത് തെമ്മാടിത്തരോ ചേട്ടായി ചോദിച്ചത്, ഒരു പെൺകുട്ടിയെ നോക്കി ഇങ്ങനെ ചോദിക്കാൻ പാടോ, നിങ്ങളെയൊക്കെ ആ പെൺകുട്ടിക്ക് സ്നേഹിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹരീഷിന് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെ നല്ല കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ നീതു കരഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടിൽ വന്ന് എല്ലാവരോടും എല്ലാം പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഹരീഷിനെ നീതി നല്ല രീതിക്ക് ഉപദേശിക്കാനും പോകുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഒരു പെൺകുട്ടിയോട് പറയാൻ പാടില്ല, ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നത് ഹരീഷിനെ അല്ലേ, അത് ഹരീഷിനെ അറിയാലോ, എന്നിട്ട് ഹരീഷ് ഇങ്ങനെ അവളോട് ചോദിച്ചത് തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ തന്നെ നീതുവിന് ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ചെറുതായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് നീതുവിനോട് തനിക്കുള്ള ഇഷ്ടം. അപ്പോൾ നീതുവിനോട് സോറി പറയാനൊക്കെ പിന്നെ പോകുന്നുണ്ട്. നീതു ഡസ്റ്റ്ബിന്നിൽ നിന്ന് വേസ്റ്റ് എടുത്ത് ഹരീഷിൻ്റെ തലയിൽ കൊട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ കഥയിൽ ഇവരുടെ ഒരു ട്രാക്കും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ നീതുവായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ചും നീതുവിൻ്റെ ക്യാരക്ടറെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു, ബൈ.